ഈ ലോകമറിയുന്ന എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അവർ 2010 ഡൽഹിയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടണം എന്നാവശ്യപ്പെടുന്നൊരു സെമിനാറിലായിരുന്നു. അതിൻ്റെ പേരിൽ 14 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്കെതിരെ UAPA ചുമത്തിയിരിക്കുകയാണ്. അല്ല, അതിൽ തെറ്റെന്താ? എത്ര വർഷം കഴിഞ്ഞാലും ക്രിമിനൽ കേസ് നിലനിൽക്കും. ഇതുപോലത്തെ കേസുകളുടെ പ്രത്യേകത, ഇതിനൊരു സാങ്ഷൻ വേണം. CRPC 196 വെച്ച് ആ സാങ്ഷനാണ് പലപ്പോഴും സർക്കാരിൽ കിടന്നങ്ങ് താമസിക്കുന്നത്. അതിപ്പോൾ ആ സാങ്ഷൻ അങ്ങ് ഒപ്പിട്ട് വന്നു. ഇപ്പോൾ അത് ആക്ച്വൽ കേസായിട്ട് മാറി. കേസ് നേരത്തെ ഉണ്ട്, സാങ്ഷൻ ആയില്ലായിരുന്നു. പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഒരു സാങ്ഷൻ വേണം. ആ സാങ്ഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ UAPA കേസ് വന്നാൽ കേസാണ്. ഷീ ഹാസ് ടു ഫൈറ്റ്. അല്ല, പാകിസ്ഥാന് അനുകൂലമായി വർത്തമാനം പറഞ്ഞാൽ കുറ്റം. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒഫീഷ്യൽ ശത്രു രാജ്യമൊന്നുമല്ല. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന വലിയ നേതാക്കന്മാർ നമുക്കുണ്ട്. എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ എന്ന് അരുന്ധതി റോയ് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുമുണ്ട്. അല്ല, അതിപ്പോൾ എന്ത് ചെയ്യാൻ? അവർക്ക് ഇന്ത്യയുടെ അഖണ്ഡത അവർക്കൊരു പ്രശ്നമല്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർക്കത് പ്രശ്നമല്ല. പക്ഷേ അത് IPCയിൽ കുറ്റകരമാണ്. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരെയൊക്കെ ജയിലിലിടാൻ പറ്റുമോ? ചിന്തിക്കുന്നവരെയല്ല, പറഞ്ഞാൽ ചിന്തയെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ചിന്ത നിങ്ങളുടെ മനസ്സിനുള്ളിലാണ്. അത് പുറത്ത് പ്രസംഗമായിട്ടോ എഴുത്തായിട്ടോ ഒക്കെ പുറത്ത് വരുമ്പോഴാണ്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. അത് പക്ഷേ റീസണബിൾ റെസ്ട്രിക്ഷനുണ്ട് അതിന്. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. ഇപ്പോൾ അരുന്ധതി റോയ് പിടിക്കപ്പെട്ടത് ഈ ഒരു കേസിലാണ്. കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണോ എന്ന് ചോദ്യം. അല്ല എന്നുത്തരം. കാശ്മീർ ഈസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഇതാണ് അവർ ആവർത്തിച്ച് പറയുന്നു അതിനകത്ത്, ആ വീഡിയോയിൽ. സോ ദാറ്റ് ഈസ്, അത് ഇന്ത്യൻ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് വെറും IPC കുറ്റം മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധം കൂടെയാണ്. അപ്പോൾ അത് കുറ്റത്തിൻ്റെ ഗൗരവം കൂട്ടുന്നു. അങ്ങനെയാണ് ഈ UAPA വന്നിരിക്കുന്നത്. 153 ആയിട്ടിരിക്കുന്നത്. 153 ആണ് അതിൻ്റെ വകുപ്പ്. 153 ഇവിടെ വെറുതെ വേലിത്തർക്കത്തിന് 153 ഇട്ട് അതിൻ്റെ ഗൗരവം കുറച്ചു എന്നുള്ളതല്ലാതെ 153ക്ക് അതിൻ്റേതായ ഒരു ഗൗരവമുണ്ട്. അപ്പോൾ 153 ഉണ്ടാകുമ്പം ഇതും ഉണ്ടാകും, UAPA ഉണ്ടാകും. അതിൽ തെറ്റൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. കുറച്ച് താമസിച്ചു. 14 വർഷം എടുത്തു. ഇപ്പോഴാണ് ലഫ്റ്റനന്റ് ഗവർണർ സാങ്ഷൻ കൊടുത്തത്. പക്ഷേ TGIൻ്റെ ഒരു സംശയം, ഇപ്പോൾ അരുന്ധതി റോയ് ഇവരൊക്കെ ഒരു സാംസ്കാരിക പരിവേഷണത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇവർ ഇങ്ങനെയുള്ള ആളുകൾ, വലിയ സഞ്ചി തൂക്കി നടക്കുന്നവർ, ഊശാൻ താടിയുള്ളവർ, വലിയ വട്ടപ്പൊട്ട് തൊടുന്നവർ, ഇങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ ഇങ്ങനെ സമാനമായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് ഒന്ന് അവർ സമാനമായിട്ട് ചിന്തിക്കുന്നു, അതുകൊണ്ടാണ്. സമാന ചിന്താഗതികളുള്ള ധാരാളം പേര് സമൂഹത്തിലുണ്ടല്ലോ. അതുകൊണ്ടാണ് പലവിധ പൊളിറ്റിക്കൽ പാർട്ടികൾ, സംഘടനകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സമാന ചിന്താഗതിയുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ്. അവർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. ഒരു കോസിന് വേണ്ടി അവർ ഒന്നിക്കുന്നു. ആ കോസ് ദേശവിരുദ്ധമാണെങ്കിൽ അവർ കുഴപ്പക്കാരാണ്, അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇവിടെ എനിക്ക് സംശയമുണ്ട്. ഈ ദേശവിരുദ്ധമാണെങ്കിൽ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഈ ഒരു സെക്ട് ഉണ്ടല്ലോ, അവരൊക്കെ വലിയ ഇൻ്റലക്ച്വൽസാണ്, വലിയ വിദ്യാഭ്യാസ യോഗ്യതകളാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ് നമ്മൾ ദേശഭക്തി, ദേശീയത എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൂടുന്തോറും ഈ ദേശീയത എന്നൊക്കെ പറയുന്ന ഒരു വ്യാജ സങ്കല്പമാണെന്ന് തോന്നുന്നുണ്ടോ ഇവർക്ക്? ഇത് അതാണ് ഇന്ത്യയിലെ ഒരു ഫാഷൻ. അതാണ്. അത് ഫൈനാൻസ് ചെയ്യാൻ ആളുണ്ട്, അവർക്ക് അവാർഡൊക്കെ കിട്ടും, വലിയ സദസ്സിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ കഴിഞ്ഞ മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഫെസ്റ്റിവൽ, ഇതിനകത്ത് സംസാരിക്കുന്നവരൊക്കെ നോക്കി. അവരെല്ലാം അവരുടെ സംസാരത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് മോദിക്കിട്ട് ഒരു താങ്ങ്. ഇപ്പോൾ നർമ്മത്തിൻ്റെ മർമ്മം, അതാണ് ഒരു വിഷയം. അതിൽ സംസാരിക്കുന്നത് MN കാരശ്ശേരി, പ്രായണ നിരുപദ്രവകാരിയായ ഒരു റിട്ടയർഡ് അധ്യാപകൻ. MN കാരശ്ശേരി സാംസ്കാരിക രംഗത്ത് അഭിപ്രായം പറയും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇദ്ദേഹം നർമ്മത്തെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ താമസിയാതെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നർമ്മം പറയാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിന് മുമ്പ് കിട്ടിയ അവസരത്തിൽ നർമ്മത്തെപ്പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വല്ല കാര്യമുണ്ടോ? ഒരു താങ്ങ പോണ പോക്കിൽ
ഇതാണ് ഈ പറയുന്ന ഇവരുടെ ഏക മനസ്സിനെ കാണിക്കുന്നത്. വലിയ സദസ്സ് കാരശ്ശേരിയെ കേൾക്കാനായിട്ടുണ്ടായിരുന്നു. ആ സദസ്സിലിരിക്കുന്നവരും ഒക്കെ ഈ അഭിപ്രായമുള്ളവരാണ്. അവരുടെ പ്രധാന അജണ്ട 2024 ശേഷം നിങ്ങൾക്ക് ചിരിക്കാൻ അവസരം ഉണ്ടാവില്ല, ഇപ്പം ചിരിക്കണമെങ്കിൽ ചിരിച്ചോ, ഇത് കഴിഞ്ഞാൽ ലോകാവസാനം ഉണ്ടാകാൻ പോവുകയാണ്. ഇതാണ് ആ പ്രസംഗം. നർമ്മവുമല്ല മർമ്മവുമല്ല, മോദിക്കെതിരെയുള്ളൊരു യോഗമാണ് നടക്കുന്നത്. സോ ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും ഇതിനൊക്കെ ആൾക്കാരുണ്ടാകും. അവർക്ക് അവാർഡ് കിട്ടും, അവർക്ക് പൈസ കിട്ടും, അവർക്ക് ഫെലോഷിപ്പ് കിട്ടും. ആ ഫെലോഷിപ്പ് രാജിവെച്ച് അവർ ഉസ്താദാകും. അവർക്ക് അവാർഡ് കിട്ടും, അവാർഡിൻ്റെ കാശ് അവരെടുക്കും, അവാർഡ് തിരിച്ചു കൊടുക്കും. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കാം, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതിൽ ഒരു നമ്പർ 1 വ്യക്തിയാണ് ഈ പറഞ്ഞ അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ അമ്മയുടെ പേര് ചീത്തയാക്കാനായിട്ടാണ് ഇവരിറങ്ങിയിരിക്കുന്നത്. മേരി റോയ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സുപ്രീം കോടതി ഇവരെ ഫൈറ്റ് ചെയ്ത് മേരി റോയ് കേസ് എന്ന് പറഞ്ഞിട്ട് അവർ സ്ത്രീകൾക്കുള്ള അച്ഛൻ്റെ സ്വത്തിലുള്ള അവകാശം സ്ഥാപിച്ചെടുത്ത സ്ത്രീയായിരുന്നു മേരി റോയ്. ആ മേരി റോയ്ക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി ജനിച്ചുപോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇവർ അവർക്ക് സമുദായം പ്രശ്നമല്ല, സമാജം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമില്ല. രാഷ്ട്രം തകർന്ന് തരിപ്പണമാക്കണം. എന്നിട്ട് ഇവരെന്ത് നേടും? ഇവരുടെ പുസ്തകം ഇവർ ഒരു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകം അന്താരാഷ്ട്ര പ്രശസ്തി നേടി. പിന്നെ പുലിറ്റ്സർ സമ്മാനം, മാക്സസെ സമ്മാനം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, സോറോസ് ഫൗണ്ടേഷൻ അവരുടെ അടിമയായിട്ട് മാറും. പിന്നെ ആ സ്ത്രീ എഴുതിയ പുസ്തകം ബ്രോക്കൺ റിപ്പബ്ലിക് എന്നാണ്, ഭാരതത്തെ പറ്റി. ബ്രോക്കൺ റിപ്പബ്ലിക്, പൊട്ടിത്തകർന്ന് കഴിഞ്ഞു ഈ റിപ്പബ്ലിക്. ദിസ് ഈസ് ഹെർ നരേറ്റീവ്. അപ്പോൾ ഇവർ ഇതുപോലെയുള്ള കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ഇവരെന്താ നേടുന്നത്? സാമ്പത്തിക പ്രശസ്തി, പണം, സുഖജീവിതം, ഇതെല്ലാം കിട്ടും. അതിനുവേണ്ടി മാത്രമല്ല, ഈ ഒരു കാര്യം സുനിൽ മനസ്സിലാക്കണം, ഈ രാജ്യസ്നേഹം, സമാജസ്നേഹം, ഇതൊന്നും മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതല്ല. ഇത് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും 4 പ്രോഗ്രാമാണ് പ്രകൃതി ഇട്ടുകൊടുക്കുന്നത്: ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഈ 4 കാര്യം ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാവരും, എല്ലാ ജീവികളും മനുഷ്യരും ഒക്കെ ഇത് ചെയ്യും, ഈ 4 കാര്യങ്ങൾ. ബാക്കി എല്ലാം തന്നെ നിങ്ങൾ പറഞ്ഞ് വളർത്തി തലച്ചോറിൽ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ്. മാതാപിതാക്കളോട് ബഹുമാനം, സമാജത്തിലെ മറ്റുള്ളവരുടെ സഹോദര സ്നേഹം, ഇതൊന്നും തന്നെത്താൻ ഉണ്ടാകുന്നതല്ല. നമ്മൾ പറയുന്നതാണ് കൊച്ചിൽ അപ്പുറത്തെ അമ്മച്ചിയോട് വഴക്കൊണ്ട് മിണ്ടിപ്പോരുത്, അവരാരെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അധ്യാപകർ പഠിപ്പിക്കുന്നു, സമൂഹത്തിൽ നിന്ന് കുട്ടികൾ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പഠിക്കുന്നു. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ഈ സാധനങ്ങൾ. ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ, OS എന്ന് പറയുന്നത് പ്രകൃതി കൊടുക്കുന്ന മറ്റേ 4 സാധനങ്ങളേ ഉള്ളൂ. അതെല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട, ഈ 4 കാര്യവും ഭംഗിയായിട്ട് നടക്കും. കാരണം അത് സർവൈവലിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ രാജ്യസ്നേഹം അത് ഇതെന്നൊക്കെ ഒരാൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. അയാൾക്കുണ്ടായിട്ടില്ല, അതിനുള്ള സാഹചര്യം അയാൾക്കുണ്ടായില്ല. ചെറുപ്പം മുതൽ അടിപൊളി കളിച്ച് ജീവിച്ചു, ഇഷ്ടം പോലെ കാശുണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ പോകുന്നവർ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കും. ഇപ്പോൾ ഭാരതത്തിൽ മാത്രമല്ല, ഇത് എല്ലാ രാജ്യങ്ങളും, എത്രയോ രാജ്യങ്ങളെ അവർ അട്ടിമറിച്ചിരിക്കുന്നു. ഇങ്ങനെ റെജീം ചേഞ്ച്, അവിടുത്തെ ആൾക്കാരെ കൊണ്ട് തന്നെ ബഹളം വെപ്പിച്ച് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, എന്നിട്ട് ദുർബലമായൊരു ഭരണകൂടം ഉണ്ടായിരിക്കുക. പഴയ പോലെ പട്ടാളത്തെ വെച്ച് ആരും രാജ്യം പിടിച്ചെടുത്തിട്ട് ബ്രിട്ടീഷുകാരനെ ഇവിടെ വന്ന് വീണ്ടും ഭരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് തുടരും. നമ്മൾ തന്നെ ഇപ്പോഴും അങ്ങനെയല്ലേ? സായിപ്പാണല്ലോ വലുത്, നമ്മളല്ല, സായിപ്പാണ് വലുത്. അപ്പോൾ ആ ഒരു ചിന്താഗതി ഉള്ള ആൾക്കാർ ഇതുപോലെയുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. പക്ഷെ ഇതിപ്പോൾ ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങളേ ആവുന്നുള്ളൂ, ഉടനെ ഈ നടപടി ഉണ്ടാവുന്നു. ഇനി മുഴുവൻ ഇവിടുത്തെ സാംസ്കാരിക സിംഹങ്ങളും സടകുടഞ്ഞ അല്ല, അതൊക്കെ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് സംഭവങ്ങളുണ്ടായി. എൻ്റെ വീടിൻ്റെ പുറകിൽ നിൽക്കുന്ന തെങ്ങിൽ ഇടിവെട്ടി. മോദി സർക്കാർ വന്ന് 10 ദിവസത്തിനകം തെങ്ങിൻ്റെ ഇടിവെട്ടിപ്പോയി. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യവും മോദി സർക്കാരുമായിട്ട് ബന്ധിപ്പിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവം. ചുമ്മാ ഒരു പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്
ഒരു പ്രാസംഗികൻ പറയുകയാണ്, കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉടനെ സദസ്സിൽ നിന്ന് കയ്യടി. അപ്പം നമുക്ക് മനസ്സിലാവും ഈ സംസാരിക്കുന്ന ആളും സദസ്സും ഏതാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ സിമ്പിൾസ് വഴി ഇത് ചെയ്യും. അതുപോലെ മോദി സർക്കാർ വന്ന ദിവസമാണ് ഞാൻ തിന്ന ബോണ്ട പൂത്തുപോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെയും കുറ്റം നമുക്ക് മോദിയുടെ തലയിൽ വയ്ക്കാം. ഇതൊക്കെ വളരെ ബാലിശ്യമായ ഈ ഫ്രസ്ട്രേറ്റഡ് മനസ്സുകളുണ്ടല്ലോ, അവർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ദ ഹോൾ വേൾഡ് ഈസ് കൺസ്പയറിങ് അഗൻസ്റ്റ് മീ. ചിലപ്പോഴൊക്കെ നമ്മൾ തോന്നുന്നില്ല, നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് പോകേണ്ട ഡയറക്ഷനിൽ ബസ് വരികയില്ല, എല്ലാം എതിർ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പോകേണ്ട ഡയറക്ഷനിൽ ഒരു ബസ് വന്നു കഴിയുമ്പോൾ അതിൽ നിറച്ച ആളാണ്, ഫുട്ബോളിൽ പോലും തൂങ്ങാൻ സ്ഥലമില്ല. ഇങ്ങനെ വരുന്നു. ഒരു കണക്കിന് നമ്മൾ ബസ് പിടിച്ച് പോകേണ്ട സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ആ ആളവിടെ ഇല്ല. അയാളെ മൊബൈലിൽ വിളിച്ചിട്ട് ഔട്ട് ഓഫ് റേഞ്ച് കിട്ടുന്നു. 1.5 മണിക്കൂർ അവിടെ നിൽക്കുന്നു. നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നു. തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ഇയാൾ വേറൊരു സ്പോട്ടിൽ നമ്മളെ കാത്തു നിൽക്കുന്നു എന്ന് അറിയുന്നത്. അയാളുടെ ഫോൺ വരുന്നത്. ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് തോന്നും ലോകം മൊത്തം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. KSRTC ബസ് എനിക്കെതിരെ, ഈ പറഞ്ഞ ആൾ എനിക്കെതിരെ, ആ കെട്ടിടം എനിക്കെതിരെ, മൊബൈൽ ഫോൺ എനിക്കെതിരെ, എവറിതിങ് ഈസ് അഗൻസ്റ്റ് മീ. ഈ ഗൂഢാലോചന സിദ്ധാന്തം മനുഷ്യരിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഓൾ നെഗറ്റീവ്സ് യു വിൽ പിക്കപ്പ് ആൻഡ് മേക്ക് എ നെറേറ്റീവ്. അതൊരു മാനസിക ദൗർബല്യവും കൂടെയാണ്. ഈ പരാജയങ്ങളെ മാത്രം ലിസ്റ്റ് ചെയ്ത് വിഷമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും വിജയപരാജയങ്ങൾ ഉണ്ടാവാറുണ്ട്. പരാജയങ്ങൾ മാത്രം കൂട്ടിക്കെട്ടി അവരൊരു കാസറ്റിലാക്കിയിട്ട് ആ കാസറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെയൊക്കെയുള്ള പ്രസ്താവനകളും സംഗതികളൊക്കെ നടത്തും. അവർ ബേസിക്കലി റിബലായിരിക്കും. അവർ എല്ലാത്തിനോടും അവർക്ക് ദേഷ്യം അങ്ങനെ ഇങ്ങനെ. പിന്നെ അവർക്ക് കാശ് തരുന്ന യജമാനന്മാരോട് അവർക്ക് തീർച്ചയായിട്ടും സ്നേഹമുണ്ടാകും. അങ്ങനെയുള്ളവർ ഇതുപോലത്തെ കുഴപ്പത്തിൽ ചെന്ന് ചാടും. അതാണ് അരുന്ധതി റോയ് ഫേസ് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ സാംസ്കാരിക നായകർക്ക് ഈ ചർച്ച ചെയ്ത് 2-3 ദിവസം തള്ളി നീക്കാനുള്ളൊരു വിഷയം കിട്ടി. വലിയ പ്രതികരണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നോക്കിക്കോ. കാര്യം എന്താണെന്ന് അറിയുമോ, അരുന്ധതി റോയ് ഈ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് കുറേ കാലമായി. മീഡിയയിൽ ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇവരും ചാടിക്കേറി സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാത്തവരെ അവരങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുക. മീഡിയയിൽ വരണം. ഇപ്പോൾ കേരളത്തിലെ മീഡിയ അരുന്ധതി റോയിയെ എടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ചൂടാക്കാമെങ്കിൽ കേരളത്തിലെ ബാക്കി സാംസ്കാരിക നായകന്മാരെല്ലാം സടകുടഞ്ഞെണീക്കും. നമ്മുടെ കേരളത്തിലെ മീഡിയ ചെയ്യുമായിരിക്കും, ചെയ്യേണ്ടതാണ്. അവർ നന്ദിയുള്ളവരാണെങ്കിൽ അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ മീഡിയയെ ഞാൻ ഒബ്സർവ് ചെയ്തെടുത്തോളം അവർ ഈ നരേറ്റീവ് ഓടിക്കുന്നുണ്ടെങ്കിലും കിട്ടപ്പോരൊന്നുമില്ല. ദേ ആർ ബീയിങ് ട്രീറ്റഡ് ആസ് ജൂനിയേഴ്സ്. മറ്റേ വേൾഡ് ഓവർ നടക്കുന്ന നെറേറ്റീവ്സിൽ വളരെ ചെറിയ കമ്പോണൻസാണ് കേരള മീഡിയ. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഈ സോറോസ് ഫണ്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. 10-15 പേർക്ക് ഫെലോഷിപ്പൊക്കെ കിട്ടി. ഒരു ആർട്ടിക്കിളിന് 30,000 രൂപ വെച്ച് ആ റെജിമോൻ കുട്ടപ്പൻ സമ്മതിച്ചല്ലോ, ഒരു ലേഖനത്തിന് 30,000 രൂപ കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. പക്ഷേ അതിൽ ഈ താരതമ്യേന ഇവരുടെ ഗ്രൂപ്പിലില്ലാത്ത ധന്യ രാജേന്ദ്രനൊക്കെയാണ് അത് നയിക്കുന്നത്. ഇവർക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു അമേരിക്കൻ ട്രിപ്പ് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ആവേശമേ ഇവർ കാണിക്കുന്നുള്ളൂ. കൂടുതൽ ആവേശം കാണിച്ചുകൊണ്ടിരുന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കാണിച്ച അപസ്മാരം ഉണ്ടല്ലോ, അതിൻ്റെ 10-1 അപസ്മാരമേ ഇപ്പോൾ ടി വിയിൽ കാണാനുള്ളൂ. ഉണ്ട്, പക്ഷേ അതൊരു 10-1 ജയിച്ചു ഫീലുണ്ട്. അതുകൊണ്ടാണ്. അല്ല, അത് അവർ സ്വയം ഈ സ്വാഭാവികമാണ് സുനില. ഇപ്പോൾ 99 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾ 75ആയി. സ്റ്റിൽ അയാൾക്ക് ഡിസ്റ്റിങ്ഷനുണ്ട്. പക്ഷേ അയാൾ സങ്കടപ്പെടും, അയാളുടെ വീട്ടുകാരും സങ്കടപ്പെടും, എല്ലാവരും പോയി കളഞ്ഞില്ലേ എന്നൊക്കെ പറയും. ഇതാണ് മോദിക്ക് സംഭവിച്ചത്. അതേസമയം 10 മാർക്ക് കിട്ടിയവൻ 35 മാർക്ക് കിട്ടി പാസ് മാർക്കായി കഴിയുമ്പോൾ ആ വീട്ടിൽ വലിയ ആഘോഷം നടക്കും. ഇത്തവണ നമ്മുടെ മകൻ. ഇത് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചു. നമ്മുടെ കേരള മാധ്യമങ്ങൾക്കൊക്കെ സംഭവിച്ചത് ഇതാണ്. ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞ് കിടന്ന സ്ഥലത്ത് 99 സീറ്റ് വന്നു. 400 പാർ എന്ന് പറയുന്ന സ്ഥലത്ത് 242 അപ്പോൾ അവർക്ക് സങ്കടം, ഇവർക്ക് സന്തോഷം. പക്ഷെ ഭരിക്കുന്നത് അവർ തന്നെ. അതിവർ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ദിവസം കൂടെ എടുക്കും. ഭരണം അവരുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളത്. ഇപ്പോൾ അതങ്ങനെ ഈ ആഹ്ലാദം തുടരട്ടെ അല്ലേ? തുടരട്ടെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.